വാസുദേവയ്യർ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ കേസിൽ പല സുപ്രധാന വഴിത്തിരിവുകൾ ഉണ്ടായത്. അത്രനാൾ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ സൈക്കോ കില്ലറുടെ പ്രത്യേകതയായി മാത്രം കരുതിയിരുന്ന ഒരു കാര്യം, കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓർഗൻ മാത്രം പിഴുതെടുത്ത് കൊണ്ടുപോകുന്ന കില്ലർ. ചന്ദ്രശേഖർ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളഞ്ഞ ആ കാര്യമായിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മൂല കാരണം. വ്യക്തമായി പറഞ്ഞ വിക്ടിംസിൽ കില്ലർക്ക് ആവശ്യം ആ ഓർഗൻസ് മാത്രമായിരുന്നു. കൊല്ലപ്പെട്ടവരെല്ലാം ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിൽ വെച്ച് ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരാണ്. ആ ഓർഗൻ തന്നെയായിരുന്നു കില്ലർ കൊണ്ടുപോകുന്നതും. അത് മനസ്സിലാക്കിയ വാസുദേവയ്യർ ആ ഹോസ്പിറ്റലിൽ തനിക്ക് പരിചയമുള്ള ഒരു സ്റ്റാഫുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആരുടെ ഓർഗൻസ് ആണ് ഈ 4 പേർക്ക് നൽകിയെന്ന് കണ്ടെത്തി. ഒരു ആക്സിഡന്റിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു വിദ്യാർത്ഥിയുടെ ആയിരുന്നു ആ ഓർഗൻസ് എല്ലാം. അദ്ദേഹത്തിന് ഏറെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിനേറെ പ്രിയപ്പെട്ട മകനെ പോലെ അല്ല, മകൻ തന്നെയായിരുന്ന സൂര്യ സത്യയുടെ ഓർഗൻസ്. ആദ്യം പറഞ്ഞു നിർത്തിയതും ആയുഷ് ഒരു ഞെട്ടലോടെ സത്യയെ നോക്കിപ്പോയിരുന്നു. നിറഞ്ഞൊഴുകുന്ന അയാളുടെ കണ്ണുകൾ. നടപ്പിലാക്കിയത് നീതി നിഷേധിക്കപ്പെട്ട ഒരു അച്ഛന്റെ നീതിയായിരുന്നു. കേൾക്കുന്നവർക്ക് ആർക്കും ന്യായീകരിക്കാനാവാത്ത അവരുടെ എല്ലാം കണ്ണിൽ തെറ്റായി നിങ്ങളുടെ മാത്രമേ ശരി അല്ലേ സത്യ? ആദി വീണ്ടും ചോദിച്ചും മുഖമുയർത്തി കരഞ്ഞുപോയിരുന്നു സത്യ. ഇതേ സമയം ആദിയുടെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയിരുന്നു. സ്ക്രീനിലേക്ക് നോക്കി. മഹൽ മാൻഷന്റെ അകം പതിവില്ലാത്ത പോലെ നിശബ്ദമായിരുന്നു. ഗംഗയെയും കുടുംബത്തെയും കണ്ടതു മുതൽ മാധവൻ ഒഴിച്ച് ബാക്കി എല്ലാവരിലും അസ്വസ്ഥത നിറഞ്ഞുപോയി. മീരെ കൊണ്ടുപോകുമെന്ന് ഉറപ്പായതാണ്. തടഞ്ഞു നിർത്താനുള്ള അവകാശം തങ്ങളിൽ ആർക്കുമില്ല. അജു, ആദി, ആയുഷും ഒഴിച്ച് ബാക്കി എല്ലാവരോടും ഉണ്ടായിരുന്നു. അഗ്നി വല്ലാത്ത ടെൻഷനോടെ ഫോണും ചെവിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ജിത്തു ആര്യനൊന്നും ചെയ്യാനാവാതെ മീരയിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നു. അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുത്തശ്ശന്റെയും ഒക്കെ നോട്ടം മീരയിൽ തന്നെയാണ്. മുഖം കുനിച്ച് ഗംഗക്കരിയിൽ ഇരിക്കുന്നവളെ കാണെ അവളുടെ കണ്ണ് നിറഞ്ഞു തൂവുന്നറിയെ എല്ലാവരും നിസ്സഹായർ മാത്രമായിരുന്നു. മാധവിൽ മാത്രം വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞുപോയി. അവരവിടെ നിൽക്കുന്നതോറും അയാൾ അസ്വസ്ഥനായിരുന്നു. ആദ്യം ഏത് നിമിഷം ഇവിടെ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അവനിവിടെ എത്തിയാൽ മീരയെ കൊണ്ടുപോകുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യം എല്ലാവരോടുമായി മീരയുള്ള തന്റെ ഇഷ്ടം വിളിച്ചു പറയാനും സാധ്യത ഏറെയാണ്. തന്റെ പദ്ധതികളെല്ലാം തകരാൻ അതുമാത്രം മതിയാവും. മീര എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ആദ്യം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഉറപ്പായി ആരും എതിർക്കാനും നിൽക്കില്ല. തന്നെയുമല്ല, ദത്തിനെ വിളിച്ച് മീര ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ താനാണെന്ന് സത്യം ആദ്യം അറിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ പ്രതികരിക്കുന്ന പോലും അറിയില്ല. അമ്മാവനാണെന്നൊന്നും നോക്കില്ല ആദിത്യവർമ്മ. ചെയ്ത ഒരു എടുത്തുചാട്ടം കൂടി ആയിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോയിരുന്നു മാധവൻ. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അയാൾ. ദത്തിന് മീരയുള്ള ഭ്രാന്തൊന്നും അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അയാളുടെ കണ്ണിൽ അവരെല്ലാം മീരയുടെ സഹോദരങ്ങളാണ്. അതുപോലെ ആദിയുടെ കാര്യം ദത്തിനെ മാധവൻ അറിയിച്ചിട്ടുമില്ല. മോളെ എന്നാ ഞങ്ങൾ കൊണ്ടുപോവാ, എത്രയാന്ന് വെച്ചാ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്. ഗംഗ ഒരു ചിരിയോടെ പറഞ്ഞു. എല്ലാവരും ആകെ വല്ലാതെയായി. പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടിയും വല്ലാത്തൊരു സങ്കടം എല്ലാവരിലും നിറഞ്ഞു. മോളെ ഞങ്ങളെല്ലാം സ്വന്തമായി തന്നെയേ കണ്ടിട്ടുള്ളൂ. അല്ല, അവള് ഞങ്ങളുടെ മോള് തന്നെയാ. അവൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും അല്ല. ഗംഗക്കുള്ള മറുപടി നൽകിയത് മുത്തശ്ശിയാണ്. അത് കേൾക്കെ അവരും പതിയെ ഒന്ന് ചിരിച്ചു. ശബരി ആലി ഒരു വാക്ക് പോലും പറയാനാവാതെ മൗനം പാലിച്ചതേയുള്ളൂ. അല്ലെങ്കിൽ എന്തു പറയാനാണ്? ഭർത്താവിന് സ്വന്തം പെങ്ങളോട് തോന്നുന്ന കാമത്തിനെ കുറിച്ച് എങ്ങനെയാണ് മറ്റൊരു കുടുംബത്തിന് മുമ്പിൽ വെച്ച് പറയുന്നത്? ആലി ഒരു വേദനയോടെ ഓർത്തുകൊണ്ട് ദത്തിനെ നോക്കി. അവന്റെ മിഴികൾ മീരയിൽ തന്നെയാണ്. ഈ രാത്രി ഞാൻ നിന്നെ എന്റേതാക്കി മാറ്റും മീര. അതിനുള്ള തടസ്സമൊക്കെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിലായി ഓർത്തുകൊണ്ട് നേരത്തെ ഒരു ചിരിയോടെ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിച്ചവൻ. എന്തായാലും ഞാനിവളെ കൊണ്ടുപോവാ. അവിടെയുള്ള കോളേജിൽ തന്നെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഒളിച്ച് ജീവിക്കുന്നത്? ഗംഗ തന്റെ തീരുമാനം പറഞ്ഞതും ബാക്കിയുള്ളവർക്ക് ആർക്കും ഇനിയൊന്നും സംസാരിക്കാനില്ല എന്നതുപോലെയായി. എത്രയൊക്കെ ഇഷ്ടമാണ് സ്നേഹമാണെന്ന് പറഞ്ഞാലും മീരയെ പിടിച്ചു വെക്കാനുള്ള അവകാശമൊന്നും തങ്ങൾക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആരെയും എതിർത്ത് ശീലമില്ലാത്തവൾ അവരെ അനുസരിക്കുമെന്നും. ഈ സമയമുള്ള അഗ്നിയുടെ മിഴികൾ മീരയിൽ മാത്രമായിരുന്നു. അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ആദിയെയും അജുവിനെയും മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുമില്ല. ആദി തിരികെ എത്തുമ്പോൾ മീര ഇവിടെല്ലെന്നറിഞ്ഞാൽ എല്ലാത്തിനെയും ചിലപ്പോൾ കൊന്ന് കുഴിച്ചു മൂടും. ഉമിനീരിറക്കി ഓർത്തുകൊണ്ട് വീണ്ടും ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നിയതും ഗൗരി തന്റെ മിഴികളൊന്ന് ചിമ്മി തുറന്നു. കുറച്ച് സമയമെടുത്തു എവിടെയാണെന്നും സംഭവിച്ച എന്താണെന്നും ഒക്കെ ഓർത്തെടുക്കാൻ. കോളേജ് കഴിഞ്ഞ് സ്കൂട്ടിയിൽ വരുമ്പോൾ ഒരു വാൻ വന്ന് ബ്ലോക്ക് ചെയ്തും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ജെന്റിൽമാൻ എന്ന് തോന്നിക്കുന്നവൻ ഇറങ്ങി വന്നതും അവരോട് കാര്യം തിരക്കുന്നതിന് മുമ്പ് എന്തോ മുഖത്തേക്ക് സ്പ്രേ ചെയ്തോ മാത്രം ഓർമ്മയുണ്ട്. എല്ലാം ഓർത്തെടുത്തും ഒരു ഞെട്ടിലോടെ പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റവൾ അടുത്ത നിമിഷം ബെഡിൽ കിടന്ന് മയങ്ങുന്നവനെ കാണെ പെണ്ണിന്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. ഇത് അവനല്ലേ? ഈ അലവരാതിയാണോ എന്നെ തട്ടിക്കൊണ്ടുവന്നേ?
സ്വയമേ ചോദിക്കുന്നതിനൊപ്പം തന്നെ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവനെ ഒരൊറ്റ ചവിട്ടിന് താഴെ എത്തിച്ചിരുന്നവൾ. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല ആദി. അലറി വിളിച്ചുകൊണ്ട് നിലത്തെടുക്കുന്നവനെ കാണെ ഇപ്പൊ ഞെട്ടിയത് ഗൗരിയാണ്. കുറച്ചു സമയത്ത് പെണ്ണിന് വെളിവ് വരാൻ. ഡോ, താനിത് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു? ബ്ലഡി. വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്നവളെ കാണുകയാണ്. എവിടെയാണ്, ഏതവസ്ഥയിലാണ് എന്നതിനെ കുറിച്ചൊക്കെ ചെക്കന് ഓർമ്മ വന്ന് അടുത്ത് കിടന്ന് അവള് നോക്കി നോക്കി എപ്പോഴോ മയങ്ങിപ്പോയതാണ്. ഈ താടകയിൽ നിന്നെ കൊല്ലു. സ്വയമേ ഒന്ന് ആത്മതിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചവൻ. അന്ന് തല്ലിയതിന് പ്രതികാരം തീർത്താണോ? കണ്ണു കൂർപ്പിച്ചുകൊണ്ടുള്ള ഗൗരിയുടെ ചോദ്യത്തിന് അവൾക്ക് എന്ത് മറുപടി നൽകുന്നറിയാതെ അതേ ഇരിപ്പ് തുടർന്നു പോയവൻ. താനെന്താണോ ഒന്നും പറയാത്തേ? ഗൗരി വീണ്ടും ചോദിച്ചു. വാതിൽ തട്ടിയിട്ട് ഇരുവരുടെയും ശ്രദ്ധ അവിടേക്കായി.